ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ മാസ്. മൈ ഡിയർ സുത്തുകുട്ടികളെ, നമ്മൾ ഇന്നൊരു കണ്ടാ കിളി പറത്തുന്ന ഒരു ഹൊറർ സിനിമയാണ് കാണാൻ പോകുന്നത്. ഇതിന്റെ പേര് പോലെ തന്നെയാണ്, ടെറിഫിക് ആണ് സിനിമ. കുറച്ച് നാളുകളായി നമ്മളൊരു ഹൊറർ സിനിമ കണ്ടിട്ട് ആ ഒരു പൂതി ഈ സിനിമ കാണുമ്പോൾ തീരും. ശരിക്കും രാത്രി സമയത്തൊക്കെയാണ് കാണണമെങ്കിൽ ശരിക്കും വിറച്ചു പോകും. അതുപോലെ ഭയങ്കര ഒരു മിസ്റ്ററി ഹൊറിഫിക് ഫീലാണ് പടം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2017 റിലീസ് ചെയ്ത ടെറിഫൈഡ് എന്ന സ്പാനിഷ് ഹൊറർ മിസ്റ്ററി സിനിമയെ കുറിച്ചാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ചേച്ചി നിന്നോണ്ട് പാത്രം കഴുകുന്നുണ്ടാവും. പാവം ചേച്ചി. പെട്ടെന്ന് അവരെ സിങ്കിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. ഇവര് ചെവിയോർത്ത് കേൾക്കും ആരോ സംസാരിക്കുന്ന ശബ്ദം. ഇതെന്താണാവോന്ന് വെച്ച് അവര് വെള്ളം തുറന്നു വിട്ട് വീണ്ടും ശ്രദ്ധിക്കും. അപ്പൊ ആ സിങ്കിനകത്ത് നിന്ന് ആരോ ബ്രീത്ത് ചെയ്യുന്ന പോലെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും വരും. ചേച്ചി പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴാണ് കെട്ടിയോൻ ചിരിച്ചോണ്ട് കയറി വരിക. അവരെ വീട്ടിൽ നിന്ന് ഓടിപ്പോയ പട്ടി തിരിച്ചു കിട്ടി. അതിപ്പോ ജീവനോടെ ഉണ്ട്, അതിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് സംസാരിച്ചുകൊണ്ട് ടേബിളിൽ നോക്കുമ്പോ ഫുഡില്ല. നീ എന്താടാ ഫുഡ് വെക്കാത്തതെന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയും, എന്നെ കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. സോ ഹസ്ബൻഡ് പോയി അതേ സിങ്കി ചെക്ക് ചെയ്ത് നോക്കും. വെള്ളം തുറന്നു വിട്ട് നോക്കും. അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഭാര്യ പറയും, ഞാൻ നന്നായി കേട്ടതാ, ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദം, ഞാൻ വൈകുന്നേരം മുതൽ ശ്രദ്ധിക്കുന്നതെന്ന് പറയും. അത് കേട്ട് ഭർത്താവ്, അയൽക്കാരൻ വാൾട്ടർ, അവന്റെ വീട് നന്നാക്കിക്കൊണ്ടിരിക്കുക, മേ ബി അതിന്റെ ശബ്ദമാവും, നീ എന്താണ് കേട്ടതെന്ന് ചോദിക്കും. അതിന് ഭാര്യ പേടിച്ചിട്ട്, അവര് നമ്മളെ കൊല്ലാൻ പോവുകയാണ്, അതാണ് ഞാൻ കേട്ടത്. അവിടുന്ന് ഡും എന്നൊരു ശബ്ദമിട്ട് ടെറിഫൈഡ് എന്ന സിനിമ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ ചേച്ചി സുന്ദരിയാണ്. അവർ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകും. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഡും 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 എന്ന് കെട്ടിയോൻ ശബ്ദം കേട്ട് എഴുന്നേക്കുക. പുള്ളിക്കാരൻ ടെൻഷനായി ഭിത്തി മുട്ടിയിട്ട്, ഇത്രയും നേരത്തെ നീ തുടങ്ങിയോ, ആൾക്കാർ കിടന്നുറങ്ങണ്ടെന്ന് പറഞ്ഞ് ഇയാൾ തിരിച്ച് ഭിത്തി മുട്ടുമ്പോ ആ ശബ്ദം പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. സമാധാനത്തിൽ കിടക്കാന്ന് പറഞ്ഞ് വീണ്ടും കിടക്കാൻ നോക്കുമ്പോ പിന്നെയും കേൾക്കും ഡും ഡും എന്ന്. ആള് ടെൻഷനായി എഴുന്നേറ്റ് പോയി അടുത്ത വീട്ടിൽ വിളിച്ചു കൂവും, ഇറങ്ങി വാടാ പുറത്ത്, ഈ സമയത്ത് നീ എന്താ ചെയ്യണേന്ന് പറഞ്ഞു. ആരും കേൾക്കില്ല. വീടിന് വെളിയിലായി കോളിംഗ് ബെല്ല് ഉണ്ടാവും. ഈ ഫോറിനിലൊക്കെ കോളിംഗ് ബെല്ലിൽ തന്നെ സംസാരിക്കാൻ പറ്റും, അകത്തുള്ള ആൾക്ക് കേൾക്കാം. ഇയാൾ ആ കോളിംഗ് ബെല്ല് ഓൺ ആക്കിയിട്ട്, എടോ വാൾട്ടർ, എന്ത് കാണിക്കടാ ജെർക്കെ, കാലത്ത് 5 മണിയാണ്, ആൾക്കാർക്ക് ഉറങ്ങണ്ടേ, ഇനി നീ ശല്യം ചെയ്താ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരും. വീട്ടിൽ വരുമ്പോ വീടിനകത്ത് ഡും ഡും എന്ന് മുട്ടുന്ന ശബ്ദം. അതാരാ വീടിനകത്ത് മുട്ടുന്നു? ഇവൻ ക്ലാര എന്ന് പറഞ്ഞ് ഭാര്യയുടെ പേര് വിളിച്ച് മെല്ലെ ബാത്റൂമിനകത്ത് കേറി നോക്കുമ്പോ അവന്റെ ഭാര്യ സ്വയം ഒരു ഭിത്തിന്ന് മറ്റേ ഭിത്തിക്ക് പോയി ടപേ ടപേ നിടിക്കായിരിക്കും. ബാത്റൂം നിറച്ചും ചോര. ഇവൻ ഓടിപ്പോയി കരഞ്ഞ് ഭാര്യയെ പിടിച്ച്, സ്റ്റോപ്പ് ക്ലാര, സ്റ്റോപ്പ്, നിർത്ത്, നീ എന്തായി കാണിക്കണേന്ന് ചോദിക്കും. പക്ഷെ ക്ലാര വീണ്ടും തല ഭിത്തി വലിഞ്ഞ് ഇടിച്ച് പൊട്ടും. അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹസ്ബൻഡ് ഇപ്പോ ജയിലിനകത്താണ്. ഭാര്യനെ കൊന്ന കുറ്റത്തിന് അവനിപ്പോ ജയിലിനകത്ത് ശിക്ഷയിലാണ്. ഇയാളെ പേര് ചുരുണ്ടെന്നാണ് ഈ സിനിമയ്ക്കകത്ത്. സോ ചുരുണ്ടനെ കാണാൻ വേണ്ടി ഒരു പോലീസും 2 ഡോക്ടർമാരും വരും. അവര് പറയും, ഞങ്ങൾക്കറിയാം നീ നിന്റെ ഭാര്യനെ കൊന്നിട്ടില്ല, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം പറയണം, ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്ന് അവർ പറയും. എന്നിട്ടൊരു സ്ത്രീയുടെ കൊല ചെയ്യപ്പെട്ട ഫോട്ടോസ് അത് കാണിച്ച്, ഇത് നിങ്ങളുടെ ഭാര്യയല്ല, 1998 അമേരിക്കയിൽ ഇതേപോലെ തന്നെ ഒരു സിമിലിയർ കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുണ്ടൻ ആ കേസ് സോൾവ് ആയെന്ന് ചോദിക്കും. അതിന് ഈ ഡോക്ടർമാർക്ക് മറുപടിയില്ല. അവര് തിരിച്ചു പറയും, നിങ്ങളുടെ ഭാര്യ മരിക്കുന്നതിന് മുന്നേ 2 ആഴ്ച മുന്നേ മുതലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പരിസര പ്രദേശത്ത് എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് നടന്നിരുന്നു. അതിന് ചുരുണ്ടെണ്ണം പറയും, ഒരു സംഭവമുണ്ട്, എന്റെ വീടിന് വെളിയിലായി ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അത് മാത്രല്ല, എന്റെ നെയ്ബർ വാൾട്ടർ, അവൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, കണ്ടാൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അയാൾ സ്വന്തം വീട് പുതുക്കി പണിയുന്നുണ്ടായിരുന്നു, അതിന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ചുരുണ്ടന്റെ നെയ്ബർ വാൾട്ടർ ആരെയോ വിളിച്ച്, എനിക്ക് ഡോക്ടർ ആൽബ്രക്കുമായിട്ട് സംസാരിക്കണം, എത്രയും പെട്ടെന്ന് സംസാരിക്കണം, എന്റെ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ട്, എന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് സഹായം വേണമെന്ന് പറയും. അതിനെതിരെയുള്ള ആള്, ഡോക്ടർക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ നാളെ വിളിക്കൂ, ഞാൻ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കും. ഈ വാൾട്ടർ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇടയ്ക്കിടെ അവന്റെ കട്ടിലിന്റെ താഴെ നോക്കുന്നുണ്ട്. ആളാകെ ഡിസ്റ്റർബ്ഡ് ആണ്, ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ വേണ്ടി സെഡേഷൻ മരുന്നെടുത്ത് പുള്ളി വീണ്ടും വന്ന് കിടക്കും. വന്ന് കിടക്കാൻ നേരം കട്ടില് കുറച്ച് മാറിയിട്ടുള്ളതുകൊണ്ട് തള്ളി നേരെ പൊസിഷനിലാക്കി അയാൾ കിടക്കും. കിടന്ന് കുറച്ച് സമയമായിട്ടില്ല, കട്ടില് മെല്ലെ തനി അനങ്ങാൻ തുടങ്ങും. ഈ അനങ്ങുന്ന മനസ്സിലാക്കി പെട്ടെന്ന് വാൾട്ടർ ഞെട്ടി എഴുന്നേക്കുമ്പോ അവനെയും കൊണ്ട് ആ കട്ടിൽ വീണ്ടും അനങ്ങുന്നുണ്ട്. വാൾട്ടർ പേടിച്ച് അവന്റെ ബെഡിനടി നോക്കും. പേടിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ബെഡിനടി നോക്കൂ? ഇറങ്ങി ഓടില്ല വേണ്ടത്. എനിക്കൊരു പ്രാന്തം കൂട്ടുകാരനുണ്ടായിരുന്നു, ഇവന്റെ അതേപോലെ. അവൻ എന്നെ പാമ്പ് കടിക്കാൻ വന്നപ്പോ, മച്ചാനെ ഒരു കാര്യം പറയാനുണ്ട്, നിന്റെ പുറകെ പാമ്പുണ്ടടാന്നാണ് പറഞ്ഞത്. അതേപോലെ വാൾട്ടർ വീണ്ടും തിരിഞ്ഞു കിടക്കുമ്പോ അവന്റെ ബെഡിനടി മൊട്ടയടിച്ച് ക്ഷയം ബാധിച്ച പോലെ എന്തോ ഒരു സൈത്താൻ സാധനം. പെട്ടെന്ന് കരണ്ടും പോകും. വാൾട്ടർ പേടിച്ച് താഴെയുള്ള കണക്ഷൻ കൊടുക്കാൻ നോക്കുമ്പോ
നോക്കുമ്പോ അവന്റെ മുറിയിന്ന് 2 കാലുകൾ മാത്രം. ആ നേരത്തെ കണ്ട തന്ത അതിറങ്ങി ഓടും. നമ്മുടെ അതേപോലെ വാൾട്ടർ പുതപ്പും മൂടി അർജുന അർജുന എന്ന് പറഞ്ഞ് കണ്ണുടച്ച് പ്രാർത്ഥിച്ച് കിടക്കുമ്പോ അവന്റെ മോളിൽ കൂടെ ഒരു കൈ വരുന്ന കാണാം. ടബയെന്ന് കട്ട് ചെയ്താൽ രാവിലെയായി. തെല്ലാറയിന്തി. വാൾട്ടർ ബോധം വന്ന് എഴുന്നേൽക്കുമ്പോ അവന്റെ വീട് മൊത്തം ചിന്നാപിന്നം കലവിലാന്ന് കിടക്കുന്നു. ഓഫീസിലേക്ക് വന്ന വാൾട്ടർ വീണ്ടും ആ ഡോക്ടറെ വിളിച്ച്, എനിക്ക് ഡോക്ടറോട് എത്രയും പെട്ടെന്ന് സംസാരിച്ചേ പറ്റൂ, ഞാൻ അതിനെ കണ്ടു, ഞാൻ പറയുന്നത് സത്യമാണ്, ഇതെന്റെ മനോരോഗമല്ല, എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന സ്ത്രീ അതാ ഡോക്ടറുടെ PA തോന്നുന്നുണ്ട്. ഡോക്ടറെ കൊണ്ട് നിങ്ങളുടെ കേസ് എടുക്കാൻ കഴിയില്ല, ഇനി അതിലും അർജന്റ് ആണെങ്കിൽ നിങ്ങൾ പ്രൂഫ് കാണിക്കണം എന്ന് പറയും. സോ വാൾട്ടർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഒരു ക്യാമറയും വാങ്ങിയിട്ടാണ് വരിക. അവൻ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചുരുണ്ടൻ ഹീറോ അങ്ങോട്ട് വരിക. സോ ഇതിലെ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഫ്ലാഷ് ബാക്ക് ആണ്. സംഭവം എല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചുരുണ്ടൻ ഹീറോ വാൾട്ടറോട്, നിന്റെ വീട്ടിൽ നിന്ന് എന്താ ഡും ഡാം ടിഷ് എന്നൊക്കെ പറഞ്ഞ സൗണ്ട് കേൾക്കുന്നു, ഞങ്ങളെ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, നീ എന്താ കാണിക്കണം ചോദിക്കുമ്പോൾ അപ്പോഴാണ് വാൾട്ടർ പറയാ, എന്റെ വീട്ടിൽ പല ഭാഗങ്ങളെ ഇളകിയിരിക്കുക, ഞാനിത് ഫിക്സ് ചെയ്യാണെന്ന്. എന്നിട്ട് വാൾട്ടർ അന്ന് വൈകിട്ട് അവൻ വാങ്ങിച്ച ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതും നോക്കി കിടന്നുറങ്ങും. കുറച്ചു സമയം കഴിയുമ്പോൾ ക്ലിക്ക് എന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലെ കറണ്ട് പോകും. നോക്കുമ്പോ ആ വീഡിയോ ക്യാമറ നിലത്തേക്ക് തെറിച്ചു കിടക്കുന്നു. ചുമരി കൂടെ മൊട്ടയടിച്ച ആ തന്തപ്രേതം, അതിന്റെ ഷാഡോ കാണാം. വാൾട്ടർ തപ്പി പിടിച്ച് ലൈറ്റ് ഇടും, ആ ഷാഡോ പോകും. എന്നിട്ട് അവൻ മെല്ലെ എഴുന്നേറ്റ് അവന്റെ ക്യാമറ ഓണാക്കി നോക്കുമ്പോ ഇവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവന്റെ അടുത്ത് ട്രൗസർ ഇടാത്ത ഒരു മൊട്ടത്തലയൻ നിപ്പുണ്ട്. എന്നിട്ട് ആ മൊട്ടത്തലയൻ അവന്റെ കബേർഡിനകത്തേക്ക് കേറിപ്പോയി. വാൾട്ടർ പേടിച്ച് ഓടിപ്പോയി ഒരു ഗണ്ണ് എടുത്തോണ്ട് വരും. അവരെ നാട്ടിലൊക്കെ എല്ലാരുടെ കയ്യിലും ഉണ്ടാവും ഗണ്ണ്. എന്നിട്ട് കബേർഡ് തുറന്ന് ആ ഗണ്ണ് നീട്ടി എന്തേലും ഉണ്ടോ എന്ന് തപ്പി നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഇവൻ വീണ്ടും ആ ക്യാമറ എടുത്ത്, നീ എവിടെ പോയടാ, നീ ആരാണ്, എന്താണടാന്ന് പറഞ്ഞ് നോക്കുമ്പോ ഇവന് പുറകെ കൂടെ കബേർഡും തുറന്ന് ആ എല്ലുട്ടിയ സത്വം ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന ഗണ്ണിൽ കൂടെ വാൾട്ടർ ഒരു സെക്കൻഡ് കാണും. അവൻ ഗണ്ണെടുക്കാൻ നോക്കുമ്പോഴേക്കും അത് ഗണ്ണ് വലിച്ചെടുക്കും. പിന്നെ വാൾട്ടറുടെ കാറിച്ച മാത്രം വാൾട്ടറിന്റെ അന്നനാളത്തുനിന്ന ശബ്ദമാണത്. അതുകൊണ്ടാണ് ലേശം ഒരു ലേഡി വോയിസ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒരു ബോള് തെറിച്ച് വാൾട്ടറിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരും. അതെടുക്കാൻ വേണ്ടി ഒരു അയൽക്കാരൻ പയ്യൻ, പാവൻ ചെക്കനും ഓടി വന്ന് അതെടുത്ത് പോകുമ്പോൾ അവൻ അവിടുത്തെ പൈപ്പിൽ നിന്ന് ലേശം വെള്ളം കുടിക്കും. അപ്പൊ വാൾട്ടർ വീടിനകത്തുനിന്ന്, എന്റെ സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോ, ഇവിടുന്ന് വെള്ളം കുടിക്കണ്ട, ഇറങ്ങി പോടാ പോടാന്ന് പറയും. അയാളുടെ ശബ്ദത്തിന് എന്തോ ഒരു മാറ്റം. ഈ ചെറുക്കം പേടിച്ച് പുറകിലേക്ക് നടന്നു പോകും. പെട്ടെന്ന് ആ വഴിയെ വന്നൊരു ബസ് ഠേ എന്ന് പറഞ്ഞ് ആ പാവൻ ചെക്കൻ ഇടിച്ചു മറിച്ചിടും. അപ്പോഴാണ് നമ്മുടെ ചുരുണ്ടൻ ഹീറോ വീട് പൂശിക്കൊണ്ടിരിക്കുമ്പോ റോട്ടിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുക. ഭാര്യയോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഹീറോ ഓടി വന്ന് റോട്ടിൽ നോക്കുമ്പോ അടുത്ത വീട്ടിലെ പയ്യൻ വണ്ടി ഇടിച്ച് മരിച്ചു കിടക്കുക. അവന്റെ കൂട്ടുകാരൻ പയ്യനും ഉണ്ടാവും അടുത്തന്നെ. ഇവര് രണ്ടുപേരും കൂടിയാണ് ഫുട്ബോൾ കളിച്ചത്. ആ കൂട്ടുകാരനും പേടിച്ചരണ്ട നിപ്പുണ്ടാവും. ഹീറോ കൊച്ചിന്റെ അമ്മേനെ വിളിക്കാൻ വേണ്ടി ഓടും. സോ ഈ ആക്സിഡന്റ് ആണ് ഹീറോ ജയിലിൽ വെച്ച് ആ പോലീസുകാരോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് പതിവ് പോലെ പോലീസുകാർ വന്ന് ആ ബ്ലഡ് ഒക്കെ ക്ലീൻ ചെയ്യും, ചെറുക്കനെ കൊണ്ടുപോയി അടക്കം ചെയ്യും. പരിസരവാസികളെല്ലാം അമ്മേനെ സമാധാനപ്പെടുത്തി ഞങ്ങൾ ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യാന്ന് പ്രത്യേകിച്ച് നമ്മുടെ ചുരുണ്ടന്റെ ഭാര്യ ചുരുണ്ടിയും പറയും. അവിടെ നിന്ന് മെല്ലെ കട്ട് ചെയ്ത ഒരു വയസ്സം പോലീസിനെ ഫ്യൂണസ് എന്ന് പറഞ്ഞ മറ്റൊരു പോലീസുകാരൻ വിളിക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ വരണം, നിന്നെ കൊണ്ട് മാത്രമേ ഈ കാര്യം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 ദിവസം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു 10 വയസ്സുള്ള പയ്യൻ വണ്ടി ഇടിച്ച് മരിച്ചു, എനിക്കൊരു സഹായം വേണം, നീ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയും. കട്ട് ചെയ്ത മരിച്ചുപോയ പയ്യന്റെ അമ്മ, അതായത് ബസ് ഇടിച്ച് മരിച്ചുപോയ പയ്യന്റെ അമ്മ ഒരു സിഗരറ്റ് വലിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ വീടിന് വെളിയിൽ ആരോ കതവി മുട്ടും. ഇവരാരാന്ന് ചോദിച്ച് കർട്ടൻ വഴി ഡോറിന് വെളിയിലേക്ക് നോക്കുമ്പോ ആരോ കുറെ ചെളിയൊക്കെ ചവിട്ടി കേറി വന്നിരിക്കുന്നു. അവിടെ ആ പയ്യന്റെ നിഴല് കാണാം. ഈ സമയത്ത് വയസ്സം പോലീസുകാരനല്ലേ, അങ്ങേര് ഫ്യൂണോ പോലീസുകാരൻ വിളിച്ച സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങേരെ വിളിക്കാൻ വന്ന പോലീസ് ഡ്രൈവർ, പുള്ളിക്കാരൻ ഓൾറെഡി പേടിച്ച് അരണ്ടിരിക്കുക. തന്ത പോലീസ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടില്ല. അങ്ങനെ മൂത്ത പോലീസും ഡ്രൈവറും കൂടി സ്പോട്ടിലേക്ക് വരുമ്പോൾ അത് ബസ് ഇടിച്ച് മരിച്ച പയ്യന്റെ വീടാണ്. അവിടെ ഒരു മിഡിൽ ഏജ് പോലീസുകാരനുണ്ടാവും. പുള്ളിയാണ് നമ്മുടെ പടത്തിലെ ഒരു പോലീസ് ഹീറോ. ചെറിയ പോലീസ് വലിയ പോലീസിനെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ മരിച്ചുപോയ പയ്യന്റെ അമ്മ ഏതോ പ്രേതം പിടിച്ച പോലെ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടാവും. അവര് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ചെറിയ പോലീസ് പറയും അവര് പേടിക്കാനും മാത്രം കാരണമുണ്ട്. ഇവരുടെ മോൻ 4 ദിവസം മുന്നേ മരിച്ചു പോയതാണ്. ഞാനും കൂടി പോയിട്ടാണ് ആ കുട്ടിയുടെ സംസ്കാരം നടത്തിയത്. വലിയ പോലീസുകാരെ നോക്കുമ്പോ വീടിനകത്തേക്ക് ചെളി ചവിട്ടി ആരോ കേറി വന്നിട്ടുണ്ട്. ചെറിയ പോലീസ് വലിയ പോലീസിനെ ആ വീടിന്റെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോകും. ഈ സീൻ കണ്ട് ശരിക്കും ഞാൻ തന്നെ പേടിച്ചുപോയി. ഞാൻ തന്നെയല്ല, ഞാൻ പേടിച്ചുപോയി. ഇവര് കുഴിച്ചിട്ട പയ്യൻ വന്ന് ഹായ് ആയിട്ട് ടേബിളിൽ ഇരിക്കുക. ഇവൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പോലീസുകാർക്ക് അറിയില്ല. ഞാൻ നോക്കുമ്പോ ഒരു സെക്കൻഡ് അവൻ അനങ്ങുന്ന പോലെ തോന്നിയെന്ന് ചെറിയ പോലീസ് പറയും. വലിയ പോലീസ് മെല്ലെ ആ പയ്യന്റെ അടുത്തേക്ക് പോകും. അവന്റെ കയ്യിൽ ഒരുപാട് നേരം മണ്ണ് മാന്തിയതിന്റെ പാടുണ്ട്. ഇയാള് സ്പൂണൊക്കെ വെച്ച് അവന്റെ ബോഡി ചെക്ക് ചെയ്യും. അനക്കമൊന്നുമില്ല, ബ്രീത്തിങ് ഒന്നുമില്ല, മരിച്ച ജഡത്തിന്റെ മണമുണ്ട് നല്ലോണം. വലിയ പോലീസ് പറയും ഇവൻ കുറച്ചു നാളായി മണ്ണ് മാന്തിയിട്ടുണ്ട്. ഇവന്റെ അമ്മയുടെ ചെരുപ്പും തുണിയും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഒരു പക്ഷെ അതിൽ നിന്ന് നമുക്കുള്ള ഉത്തരം കിട്ടും. ചില സമയത്ത് ഈ അച്ഛനും അമ്മയ്ക്കും അവരെ മക്കളെ പെട്ടെന്ന് അങ്ങോട്ട് പിരിയാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ തന്നെ ഈ ബോഡി എടുത്തുകൊണ്ടുവന്നാവാം. ഈ എക്സ്പ്ലനേഷൻ
എക്സ്പ്ലനേഷൻ മാത്രമേ എനിക്കിപ്പോ നിന്നോട് പറയാൻ പറ്റൂ. പക്ഷെ എനിക്കറിയാം അതല്ല യഥാർത്ഥ കാരണമെന്ന്. പക്ഷെ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ മാത്രമേ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് തന്ത പോലീസ് നിനക്ക് ഈ സ്ത്രീനെ അറിയോന്ന് ചെറിയ പോലീസിനോട് ചോദിക്കും. ശരിക്കും ചെറിയ പോലീസിന്റെ കാമുകിയാണ് ഈ സ്ത്രീ. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പിടുക്കോന്ന് പറഞ്ഞൊരു സൗണ്ട് വരും. ഇവര് ചാടി ലൈറ്റ് ഇട്ട് നോക്കുമ്പോ പയ്യന്റെ അടുത്തിരുന്ന പാൽ ഗ്ലാസ് അത് തട്ടി താഴെ വീണിരിക്കുന്നു. അവൻ അനങ്ങിയോന്ന് ചെറിയ പോലീസ് ചോദിക്കും. മൂത്ത പോലീസ് ചെറുക്കന്റെ അടുത്ത് വന്ന് ഇവന്റെ കൈ പഴയ പോലെ തന്നെ ആയിരുന്നു, അതോ അനങ്ങിയിട്ടുണ്ടോ? ഇനിയിപ്പോ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, ഇവനെ വീണ്ടും കൊണ്ടുപോയി കുഴിച്ചിടല് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മൂത്ത പോലീസ് പറയുമ്പോ ചെറിയ പോലീസ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നു? ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് നമുക്കറിയില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്ന എനിക്ക് പണി കിട്ടില്ലേ? അപ്പൊ വലിയ പോലീസ് പറയും ഈ കേസ് എങ്ങാനും കോടതി പോയാ പിന്നെ ഈ ചെറുക്കന്റെ അമ്മ ഭ്രാന്താശുപത്രി കിടക്കേണ്ടി വരും ഒരുപാട് നാൾ. അവർക്ക് അവസ്ഥ വരണോ? നിനക്കറിയുന്ന സ്ത്രീയല്ലേ, നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഇവൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ബറി ചെയ്യലാണ്. നീ അതിനു വേണ്ട കാരണങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു മൂത്ത പോലീസ് ചെറിയ പോലീസിനെ പറഞ്ഞുവിടും. അപ്പൊ ചെറിയ പോലീസ് ആണെങ്കിൽ പേടിച്ചിട്ട് ഇനി ഒരിക്കൽ പോലും ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കാൻ പാടില്ല, എന്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവും. അവൻ പോയി കഴിഞ്ഞ് നമ്മുടെ തന്ത പോലീസ് പയ്യനോട് ചോദിക്കും, ലിറ്റിൽ ബോയ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നീ എന്തിനു വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നത്? നിനക്ക് എന്താണ് പറയാനുള്ളത്? അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പിറ്റേന്ന് രാവിലെ നമ്മുടെ മൂത്ത പോലീസ് കാറ്റ് കൊള്ളാൻ വേണ്ടി വീടിന് പുറത്തേക്ക് വരുമ്പോ ഇയാൾ നിൽക്കുന്ന വീടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീട്, അതാണ് വാൾട്ടറിന്റെ വീട്. ആ വീടിനെ ആരോ ഫോട്ടോ എടുക്കുന്നുണ്ടാവും, ഒരു വയസ്സായ അമ്മച്ചി. മൂത്ത പോലീസ് മാഡം എനിക്ക് നിങ്ങളെ അറിയാലോ, നിങ്ങളല്ലേ ഡോക്ടർ മോറ ആൽബ്രക് എന്ന് ചോദിക്കും. എന്നിട്ട് മൂത്ത പോലീസ് അയാളെ സ്വയം പരിചയപ്പെടുത്തും. എന്റെ പേര് മരിയോ ജാനോ, ഞാനൊരു റിട്ടയർഡ് പോലീസാണ്. ഞാൻ നിങ്ങളുടെ ചില കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പാരാനോർമൽ ആക്ടിവിറ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ക്ലാസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. നിങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പൊ ലേഡി ഡോക്ടർ പുള്ളിക്കാരി ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, പ്രത്യേകിച്ച് പ്രേതങ്ങളെയൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അവരൊരു ലെറ്റർ കാണിച്ചിട്ട് ഈ ലെറ്ററിൽ പറയുന്ന സ്ഥലം ഇതാണോ എന്ന് ചോദിക്കും. പോലീസുകാരൻ പറയും അതെ ഇതന്നെയാണ് സ്ഥലം. അപ്പൊ ഡോക്ടർ ഞാൻ ഒരുപാട് നേരമായി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്, ഇവിടുത്തെ മൈക്കിൽ കൂടെ സംസാരിക്കുന്നുണ്ട്, ആരോ അകത്തുനിന്ന് പിക്ക് ചെയ്യുന്നു, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ പോലീസുകാരൻ പറയും മേഡം എന്റെ കൂടെ ഒന്ന് വരുമോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പോലീസുകാരൻ ഡോക്ടറെ വിളിച്ച് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ചെറിയ പോലീസ് വന്നിട്ട് ഒരു പ്രശ്നമുണ്ട്, സെമിത്തേരി നിറച്ച ആൾക്കാരാണ്, നമ്മൾ വീണ്ടും പയ്യനെ കൊണ്ടുപോയി കുഴിച്ചു മൂടുകയാണെങ്കിൽ അത് നാട്ടുകാരെ അറിഞ്ഞ പ്രശ്നമാവില്ലേ? അപ്പൊ ഈ ലേഡി ഡോക്ടർ എന്തിനേയും ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ചെറിയ പോലീസ് ഹേ മേഡം നിങ്ങൾ എന്താ ഈ കാണിക്കണം ചോദിക്കുമ്പോൾ നമ്മുടെ മൂത്ത പോലീസ് മിണ്ടാതിരിക്കുക അശോക, അവരെന്താ ചെയ്യണമെന്ന് അവർക്കറിയാം, അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ചെറിയ പോലീസ് പറയും എന്റെ ഹെൽത്ത് ഇഷ്യൂസ് നിനക്കറിയാലോ, എന്റെ ഹാർട്ടിന് കുഴപ്പമുണ്ട്, 2 മാസത്തിൽ ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ്, എന്റെ റെക്കോർഡിൽ ഒരു ചെറിയ കറ പോലും ഇല്ല, വൃത്തിയായിട്ട് എനിക്ക് റിട്ടയർഡ് ആവണം, സമാധാനമായിട്ട് ജീവിക്കണം, ഈ ഒരു കേസ് എന്റെ തലയിലാവരുത്. അതിന് മൂത്ത പോലീസ് പറയും നീ ഇന്നലെ രാത്രി നേരെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ നെർവസ് ആണ്, ഒന്ന് സമാധാനിക്ക്, ഞാൻ പറയുന്ന കേക്ക്, നേരെ സെമിത്തേരിക്ക് പോ, അവിടുത്തെ ആൾക്കാരെയൊക്കെ മാറ്റ്, എന്നിട്ട് തിരിച്ചു വാ, അപ്പോഴേക്കും ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. അങ്ങനെ ചെറിയ പോലീസ് പോവാൻ നിൽക്കുമ്പോൾ മൂത്ത പോലീസ് ഡോക്ടറെ വിളിച്ച് അകത്തേക്ക് കയറാന്ന് പറയും. അപ്പൊ ഡോക്ടർ ചുമരിലെയും സീലിംഗിലെയും കാലിന്റെ പാടുകൾ കാണിച്ച് നിങ്ങൾ എന്താണ് എന്നോട് മറക്കണേന്ന് ചോദിക്കും. അപ്പോഴാണ് ചെറിയ പോലീസും പോകാൻ വേണ്ടി ഇറങ്ങുക. മൂത്ത പോലീസ് 2 ബാഗ് കോൺക്രീറ്റ് വേണം, ചെറുക്കൻ കിടക്കുന്ന കല്ലറ നന്നായി കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വെക്കണം, എന്നാൽ മാത്രമേ വീണ്ടും അവന്റെ ബോഡി പുറത്തേക്ക് വരാതിരിക്കും. അത് കഴിഞ്ഞ് ലേഡി ഡോക്ടറിനെയും വിളിച്ച് മൂത്ത പോലീസ് അകത്തേക്ക് പോകുമ്പോൾ അവര് പറയും ഈ വീടിനകത്ത് മരിച്ച ജഡത്തിന്റെ മണം. മൂത്ത പോലീസ് നിങ്ങൾ പറഞ്ഞ ശരിയാണ്, വരൂന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ ജഡം കാണിച്ചു കൊടുക്കും. അത് കണ്ട ഉടനെ ലേഡി ഡോക്ടർ ഷോക്കാവും. പോലീസുകാരൻ ലേഡി ഡോക്ടറിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ 15 വർഷം ജോലി ചെയ്തു. ഒരു തവണ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ തലയിൽ 14 വെടിയുണ്ടയാണ് കൊണ്ടത്. ഞങ്ങൾ ഓരോ ഉണ്ടയായിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ആ പയ്യൻ എന്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ ആകെ ഷോക്കായി. ആ പയ്യൻ കണ്ണു തുറന്നു. എനിക്ക് സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ എന്റെ സ്ട്രെസ് കാരണമാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇതേ സംഭവം വീണ്ടും വീണ്ടും സംഭവിച്ചു. ഒരു വയസ്സായ മനുഷ്യൻ കണ്ണു തുറന്ന് അയാളെ കൊന്നത് അയാളുടെ മോനാണെന്ന് എന്നോട് പറഞ്ഞു. പിന്നീട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെല്ലാം ഈ ലോകത്തുനിന്നല്ല വേറെ ഏതോ ഒരു ലോകത്തു നിന്നാണ് എന്നോട് സംസാരിച്ച പോലെ എനിക്ക് തോന്നിയത്. അത് കേട്ട് ലേഡി ഡോക്ടർ പറയും നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സോ പോലീസുകാരൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ലേഡി ഡോക്ടർ ഓൾറെഡി അയാൾ പറഞ്ഞെല്ലാം വായിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അടുത്ത വീട്ടിലെ പയ്യൻ. അവൻ എപ്പോഴും മതില് ചാടി ഈ പയ്യന്റെ കൂടെ കളിക്കാൻ വരും. അവന്റെ ടോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെറുക്കിയെടുത്തോണ്ട് പോവാൻ വരും. അതേപോലെ ഇപ്രാവശ്യം അവ മതില് ചാടി വന്ന് ടോയ്സ് പെറുക്കുമ്പോൾ വീടിനകത്ത് അവന്റെ കൂട്ടുകാരൻ പയ്യന്റെ ജട ഇരിക്കുന്ന കാണും. ഇവൻ കഥവി ടോ ടോ എന്ന് പറഞ്ഞ് മുട്ടുമ്പോ ആ ജട മെല്ലെ തിരിഞ്ഞ് ആ പയ്യനെ നോക്കും. അതേ സമയത്താണ് ഇവിടെ ലേഡി ഡോക്ടർ നമ്മുടെ വാൾട്ടറുടെ ഫോട്ടോസ്, വാൾട്ടറിന്റെ അടുത്ത് ഡൗസർ ഇടാത്തൊരു മൊട്ടത്തലയിൽ നിന്നില്ലേ ആ ഫോട്ടോസ് തന്ത പോലീസിന് കാണിച്ചു കൊടുക്കുക. സംഭവം ഈ ഫോട്ടോസ് കിട്ടിയപ്പോഴാണ് വാൾട്ടറിനെ കാണാൻ വേണ്ടി നമ്മുടെ ലേഡി ഡോക്ടർ വന്നത്. വാൾട്ടർ ആദ്യം കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ ആ ഡോക്ടറാണ് ഈ ലേഡി ഡോക്ടർ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മേന്ന് പറഞ്ഞ് ഒരു കൊച്ചു നിലവിളിക്കുന്ന കേൾക്കും. ഇവരോടിപ്പോയി ആ ജഡമുള്ള മുറി നോക്കുമ്പോൾ ആരോ ആ മുറിക്കകത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ മറ്റേ പയ്യന്റെ ബാഗും പുസ്തകവും ഇവർക്ക് കിട്ടും. നമ്മുടെ ലേഡി ഡോക്ടർ പറയും
എത്രയും പെട്ടെന്ന് ഈ ബോഡി അവിടെ നിന്ന് മാറ്റണം, ആരും കാണാൻ പാടില്ല. അങ്ങനെ പോലീസ് ചെറുക്കന്റെ ബോഡി കൊണ്ടുവന്ന് അവരെ വീട്ടിലെ ഫ്രീസറിനകത്തിട്ട് പൂട്ടിവെക്കും. ഇവർ ചെയ്യുന്നതെല്ലാം അടുത്ത വീട്ടിലെ പയ്യൻ മൊബൈൽ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സംഭവം എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ചെറിയ പോലീസുകാരൻ സെമിത്തേരി ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്തിട്ട് ഞാൻ എല്ലാം സെറ്റിലാക്കി, ഇനി നമുക്ക് പോവാന്ന് പറഞ്ഞ് തിരിച്ചു വരും. എന്നിട്ട് ബോഡി എവിടെയാൻ ചോദിക്കുമ്പോൾ വലിയ പോലീസ് ഫ്രീസറിനകത്താന്ന് പറഞ്ഞ് ഇവനെ ഫ്രീസർ കൊണ്ടുപോയി കാണിക്കും. അപ്പൊ ഫ്രീസറിനകത്തുനിന്ന് ഒരു പയ്യൻ കരയുന്ന ശബ്ദം കേൾക്കാം. ഓ ജീസസ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെറിയ പോലീസ് ഞെട്ടുമ്പോ അടുത്ത സെക്കൻഡ് തും തും എന്ന് പറഞ്ഞ് ആ ഫ്രീസറിനകത്ത് ആരോ മുട്ടുന്നുണ്ടാവും. മൂത്ത പോലീസ് നമുക്ക് ഈ ഫ്രീസറോട് കൂടിയേ ചെറുക്കനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റുള്ളൂ. ലേഡി ഡോക്ടർ, ഡിറ്റക്റ്റീവ്, നിങ്ങൾ ഞങ്ങളുമായിട്ട് ഒത്തുപോകണം, കോപ്പറേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിനൊരു പോം വഴി കാണാൻ പറ്റുള്ളൂ. കട്ട് ചെയ്ത നമ്മുടെ ലേഡി ഡോക്ടറും മൂത്ത പോലീസും പിന്നെ ലേഡി ഡോക്ടറുടെ കൂട്ടുകാരൻ മറ്റൊരു ഡോക്ടറും, ഇവര് 3 പേരും ചുരുണ്ടൻ ഹീറോന്റെ അടുത്താണ്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവര് ചുരുണ്ടൻ ഹീറോനെ കാണാൻ വന്നിരിക്കുന്നത്. ഇതാണ് പ്രസന്റ്. അവര് പറയും, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായ അതേപോലത്തെ സംഭവം അടുത്ത വീടുകളിലും സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലും അടുത്ത വീടുകളിലും താമസിച്ച് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറഞ്ഞ് അനുമതി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നമ്മുടെ ചുരുണ്ടൻ ഹീറോ അവർക്ക് വേണ്ട പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ 4 പേരും കൂടി നമ്മുടെ ലേഡി ഡോക്ടർ, മൂത്ത പോലീസ്, ലേഡി ഡോക്ടറുടെ കൂട്ടുകാരൻ മറ്റൊരു ഡോക്ടർ, പിന്നെ നമ്മുടെ പോലീസ് ഹീറോയും ചെറിയ പോലീസ്, ഇവരെല്ലാം കൂടി ഓരോ വീടുകളിലായിട്ട് താമസിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അന്ന് രാത്രി ഓരോരുത്തരും ഈ സംഭവങ്ങൾ നടന്ന ഓരോ വീട്ടിലായിരിക്കും. ഒരു വീട്ടിൽ മാൻ ഡോക്ടറും പിന്നെ ചെറിയ പോലീസും. മറ്റേ പെണ്ണ് മതിലിടിച്ച് മരിച്ചില്ലേ, ആ വീട്ടിനകത്ത് ലേഡി ഡോക്ടർ. അവര് കേറിപ്പോയ ഉടനെ പെണ്ണ് ഇടിച്ച് മരിച്ച സ്ഥലത്തെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് പ്രേതങ്ങൾ വന്നാൽ കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു മെഷീൻ ഉണ്ട്, അത് സെറ്റ് ചെയ്യും. മറ്റേ വീട്ടിൽ മാൻ ഡോക്ടർ എന്തൊക്കെയോ സെറ്റ് ചെയ്യായിരിക്കും. നമ്മുടെ ചെറിയ പോലീസ് പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. മാൻ ഡോക്ടർ പറയും, നിങ്ങൾക്ക് പേടിയാണല്ലേ, നിങ്ങൾ പേടിക്കണ്ട, എനിക്കും പേടിയാണ്. ആ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയ പോലീസ് ലേഡി ഡോക്ടറെ വിളിച്ച് ഈ വീട്ടുകാരന്റെ പേരും ഡീറ്റെയിലും എന്താ, ഈ വീട്ടിൽ കറണ്ട് ഇല്ല, ഞാൻ ഈബിനെ വിളിച്ച് പറയട്ടെ എന്ന് പറയുമ്പോൾ ലേഡി ഡോക്ടർ പറയും, നമ്മൾ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്ന സാധനത്തിന് ലൈറ്റ് ഇല്ലാത്താണ് നല്ലത്, അതുകൊണ്ട് ലൈറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ തുടർന്നോളാൻ പറയും. നമ്മുടെ മാൻ ഡോക്ടർ ചെറിയ പോലീസിന്റെ പേടി കണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് ആവശ്യമില്ല. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ഓടിയാൽ മതിയായിരുന്നു, പക്ഷെ മണ്ടം പണി ചോദിച്ചു വാങ്ങിയതാണ്. ഇല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ നിന്നോളാന്ന് പുള്ളി പറയും. ഈ സമയത്ത് മൂത്ത പോലീസ് പുള്ളിക്കാരൻ എന്തൊക്കെയോ പ്രേതങ്ങൾ വന്നാൽ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെ 3 പേരും 3 ഭാഗത്ത് അലേർട്ടായിട്ടിരിക്കുമ്പോൾ ഇവിടെ മാൻ ഡോക്ടർ അയാൾ കിച്ചണിൽ കുറെ സ്പൂണൊക്കെ കബേഡി മുട്ടി നിൽക്കുന്ന കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നണില്ലേ എന്ന് പറഞ്ഞ് അയാൾ ആ സ്പൂണൊക്കെ തമ്മി മുട്ടിച്ച് മണിയടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കും. ഈ സമയത്ത് ലേഡി ഡോക്ടർ അമ്മച്ചിയുടെ ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഏതോ ഒരു ആത്മാവ് ആ വശത്തൂടെ കടന്നുപോയി എന്നാണ് തോന്നുന്നത്. ഇവിടെ മാൻ ഡോക്ടർ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞ് അതിനെ തൊട്ട് നോക്കുമ്പോ താഴേന്നൊരു കത്തി പചക്ന്നും പറഞ്ഞ് അയാളുടെ കൈയിൽ കൂടെ കേറി മേലത്തെ കബേഡി കുത്തി നിൽക്കും. ഡോക്ടറും പോലീസും 2 പേരും പേടിച്ചരണ്ട് ഒച്ച വെച്ച് നിലവിളിക്കും. പെട്ടെന്ന് ഡോക്ടർ പറയും, മിണ്ടാതിരിക്കും, എന്റെ രക്തം അത് കുടിക്കുകയാണ്, ഇറ്റ്സ് സക്കിംഗ് മൈ ബ്ലഡ്, കണ്ടോന്ന് പറഞ്ഞ് അയാൾ കാണിച്ചു കൊടുക്കും. ശരിക്കും ആ കബേർഡിനകത്തുനിന്ന് എന്തോ ഒരു സാധനം അയാളുടെ രക്തം കുടിക്കുന്നുണ്ട്. ചെറിയ പോലീസ് കണ്ണെടുത്ത് കബേർഡിനകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. മാൻ ഡോക്ടർ കബേർഡ് തുറക്കുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ആ സ്പൂണും കരണ്ടിയും കോലും ഒക്കെ ഡോക്ടർ മറുവശത്തേക്ക് നീങ്ങിപ്പോകും. ഡോക്ടർ കൈ ഊരിയെടുത്ത് ഓടി വന്നതിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ പോലീസ് ലേഡി പോലീസിനെ വിളിച്ച്, മാൻ ഡോക്ടറുടെ കൈക്ക് പണി കിട്ടി, ഇവിടെ എന്തൊക്കെയോ സ്ട്രേഞ്ച് നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആശുപത്രി പോകണമെന്ന് പറയും. അപ്പോൾ മാൻ ഡോക്ടർ ആ ഫോൺ വാങ്ങിച്ചിട്ട്, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, നമ്മൾ റൈറ്റ് ട്രാക്കിലാണ് ലേഡി ഡോക്ടർ, നമ്മളിപ്പോ നെസ്റ്റിനകത്താണെന്ന് പറയും. ചെറിയ പോലീസിനാണെങ്കിൽ ഇവന്മാരെന്തൊക്കെയാ പറയണെന്ന് മനസ്സിലാവില്ല. അവൻ നോക്കുമ്പോൾ ആ വീടിനകത്ത് ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മാൻ ഡോക്ടർ പറയുക, എന്റെ പെയിൻ കില്ലർ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, നീ ആ സമയം പോയിട്ട് അവിടെ ഒഴുകിയ രക്തം ക്ലീൻ ചെയ്യുന്നു പറയും. അങ്ങനെ ചെറിയ പോലീസ് പേടിച്ചിട്ടാണെങ്കിലും ഡോക്ടറെ കയ്യിൽ നിന്ന് ഒഴുകിയ രക്തം ക്ലീൻ ചെയ്ത് അടുക്കളയിൽ വരുമ്പോ ആരോ കബേർഡിൽ നിന്ന് രക്തത്തിൽ കൂടെ നടന്നു പോയതിന്റെ പാട്. എന്റെ പൊന്നേന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പേടിച്ച് അവിടുന്ന് റിവേഴ്സ് വന്ന് നേരെ തന്ത പോലീസിനെ വിളിക്കും. എന്നിട്ട്, ജാനോ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഈ പരിപാടിയിൽ നിന്ന് ഇപ്പൊ തന്നെ ഔട്ട് ആവുകയാണ്, ഈ വീട് നിറച്ചും എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇനി എനിക്ക് ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ തന്ത പോലീസ് ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന്, നീ എവിടെയാണ് ആ വീട്ടില്, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ആളാണോ നീ എന്ന് ചോദിക്കും. അപ്പൊ ചെറിയ പോലീസ് പറയും, അല്ല, ഞാൻ വീടിനകത്താണ്, ഇവിടെ ജനലിന്റെ ഭാഗത്ത് ആരുമില്ല, ഞാൻ അകത്താണെന്ന് പറയും. അപ്പൊ തന്ത പോലീസ്, നിന്റെ വീട്ടിലെ ജനലിൽ നിന്ന് ആരോ എന്നെ നോക്കുന്നുണ്ട്, അവിടെ ചെന്ന് ചെക്ക് ചെയ്യാൻ പറയും. പക്ഷെ ചെറിയ പോലീസ് ചെക്ക് ചെയ്ത് ആരെയും കാണില്ല. തന്ത പോലീസ് നോക്കുമ്പോ ഒരു മൊട്ടത്തലയൻ വെളുത്ത ശരീരം
വെളിച്ചം അവിടെ നിപ്പുണ്ട്, പക്ഷെ മാഞ്ഞു പോകും. ഇതാരാന്ന് പറഞ്ഞ അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോ ഠോ എന്ന് പറഞ്ഞ് ആ സാധനം മുന്നിൽ വന്ന് നിൽക്കും. പിന്നെ തന്ത പോലീസിന്റെ ഒരക്ഷരം ഫോണിൽ കൂടെ കേൾക്കില്ല. ഈ സമയത്ത് ലേഡി ഡോക്ടർ അവര് പ്രയത്തെ കണ്ടുപിടിക്കുന്ന ആ മെഷീനിൽ എന്തോ ദ്രാവകം ഒഴിക്കും. ഉടനെ അവരെ പുറകെയുള്ള സിങ്കിന്ന് കുറുകുറുന്ന് വെള്ളം ഇളകി മറയുന്നൊരു ശബ്ദം. ഇവര് ചെന്ന് ടാപ്പ് ഓണാക്കും, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഇവരെ മെഷീനില്ലേ, ആ പ്രയത്തെ കണ്ടുപിടിക്കുന്ന മെഷീൻ, അതിലെ ചെയിൻ വലതു ഭാഗത്തേക്ക് വലിയും. ലേഡി ഡോക്ടർ ആ ഭാഗത്തേക്ക് നോക്കുമ്പോ ചുമരില് വലിയൊരു വിള്ളല്. ഇതെന്താണാവോ എന്ന് പറഞ്ഞ് അവര് ചെക്ക് ചെയ്യുമ്പോ ഇവിടെ ചെറിയ പോലീസ് മാൻ ഡോക്ടറോട് എന്നെ കൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങി പോവാണ്, ഇതൊന്നും എനിക്ക് ശരിയാവില്ല എന്ന് പറയും. അപ്പൊ മാൻ ഡോക്ടർ കണ്ണൊക്കെ തിളങ്ങി ഞാൻ നാഗവല്ലിനെ കണ്ടുപിടിച്ചു എന്ന് പറയും. ചെറിയ പോലീസിനെ വിളിച്ച് നമ്മുടെ വാൾട്ടർ കിടന്നുകൊണ്ടിരുന്ന ആ കട്ടിലിന്റെ താഴ്ഭാഗം കാണിച്ചു കൊടുക്കും. പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഡോക്ടർ പറയും ഇവിടെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇതൊരൊഴിഞ്ഞ സ്ഥലമല്ല, ഇവിടെ ആളുണ്ട്. നമ്മൾ ഏത് പോയിന്റ് ഓഫ് വ്യൂലാണോ നോക്കുന്നത് അതിനനുസരിച്ച് ആളെ കാണാൻ പറ്റും. ഒരേ കാര്യത്തിന് വ്യത്യസ്തമായ ഡയമെൻഷൻ ഉണ്ട്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കട്ടിലിന്റെ മറ്റേ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കും. ചെറിയ പോലീസ് നോക്കുമ്പോ 2 ദ്രവിച്ച് പുഴുത്ത കാല്. മാൻ ഡോക്ടർ ഡാർക്ക്നെസ് ലൈറ്റ് 2 ഡയമെൻഷൻ ഉള്ള പോലെ തന്നെയാണ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും. ചെറിയ പോലീസ് എന്തോ ഒരു സാധനം ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞു വരുന്ന കണ്ട് പേടിച്ചാറുണ്ട്. ഇതെന്താണ് ഡോക്ടർ, എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടി പുറത്തേക്ക് വരും. പുറത്തു വന്ന് കൈ നോക്കുമ്പോ കയ്യിലൊക്കെ രക്തക്കറ. ഈ സമയത്ത് മാൻ ഡോക്ടർ നമ്മുടെ ലേഡി ഡോക്ടറിനെ വിളിച്ച് ഡോക്ടർ ഞാൻ നമ്മൾ തേടി വന്നത് കണ്ടുപിടിച്ചു എന്ന് പറയും. എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യാം, അതൊരു ഡോക്യുമെന്റ് ആക്കണം എന്ന് പറയും. അപ്പോഴാണ് ചെറിയ പോലീസ് വലിയ പോലീസിനെ തേടി അയാൾ നിന്ന വീട്ടിലേക്ക് വരിക. അയാൾ നിന്ന ഭാഗത്തെ കണ്ണാടിച്ചിലെല്ലാം പൊട്ടി ചോര താഴെ ഒഴുകിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ കബേർഡിൽ ചോരപ്പാട് കാണാം. ഇയാൾ ഗണ്ണ് വെച്ച് ആ കബേർഡ് തുറന്നു നോക്കും. ഉള്ളി പ്ലേറ്റും ഗ്ലാസും അല്ലാതെ വേറൊന്നുമില്ല. മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ ഡയമെൻഷൻ മാറ്റി നോക്കിയാലോന്ന് വെച്ച് ഇയാളൊന്ന് ശ്രമിച്ചു നോക്കും. മെല്ലെ കബേർഡിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോ ഒരു മോർണിംഗ് സൗണ്ട്, അങ്ങനെയൊക്കെ ഒരു സൗണ്ട് കേൾക്കും. പോലീസുകാരൻ ഇതെന്താന്ന് കണ്ടുപിടിച്ചിട്ടേ അടങ്ങും എന്നുള്ള വാശിയിൽ ആ കബേർഡ് വലിച്ചു നീക്കും. അപ്പൊ കബേർഡിന്റെ അകത്തുനിന്ന് ആരോ ഡും ഡും എന്ന് കൊട്ടുന്ന ശബ്ദം കേൾക്കാം. ഇയാള് രണ്ടും കൽപ്പിച്ച് കബേർഡിന്റെ പുറകുവശം കൈകൊണ്ട് മാന്തി പൊട്ടിക്കും. അപ്പൊ അകത്ത് വെളുത്ത് പഴുത്തൊരു തല. നോക്കുമ്പോ കണ്ണൊക്കെ പൊട്ടി വെളുത്തിരിക്കുന്ന നമ്മുടെ പോലീസ് തന്ത. അയാൾ എന്നെ രക്ഷയ്ക്ക് ഫ്യൂണസ് എന്ന് പറഞ്ഞ് നിലവിളിക്കും. പക്ഷെ നമ്മുടെ ആൾ അവിടുന്ന് പേടിച്ചോടും. ഈ സമയത്ത് ഇവിടെ ലേഡി ഡോക്ടർ ആ വിടവി കൂടെ അകത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോ അകത്തൊരു രൂപം. ആ രൂപം കാണുമ്പോ തന്നെ ഡോക്ടർക്ക് മനസ്സിലാകും അത് നമ്മുടെ വാൾട്ടർ ആണ്. അവൻ ആ ചുമരിനകത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നു. വാൾട്ടർ, ഞാൻ ഡോക്ടർ ആൽബ്രക്ക് ആണ്, നീ എന്നെ ചോദിച്ചില്ലേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നേന്ന് പറയുമ്പോ ആ സാധനം ഒന്നും മിണ്ടില്ല. ഈ സമയത്താണ് നമ്മുടെ ചെറിയ പോലീസ് ഓടി വന്ന് ഡോക്ടർ നമ്മുടെ മൂത്ത പോലീസിന് എന്തോ പറ്റിയിട്ടുണ്ട്, അയാൾ ഇപ്പൊ കബേർഡിനകത്താണ്. ഞാൻ കബേർഡ് വലിച്ച് അയാളെ പുറത്തെടുക്കാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല, അയാളുടെ അവസ്ഥ വളരെ മോശമാണ്, എനിക്ക് എന്നെ പേടിയാവുന്നു. അത് കേട്ട് ലേഡി ഡോക്ടർ പറയും നീ ഇന്ന് രാത്രി കാണുന്ന പല സംഭവങ്ങളും സത്യമല്ല, നീ കാണുന്ന പോലെ ആയിരിക്കില്ല ആ സംഭവങ്ങളെല്ലാം. അപ്പൊ ചെറിയ പോലീസ് അവന്റെ കൈ കാണിച്ചിട്ട് എന്റെ കൈ മൊത്തം രക്താണ്, ഇതെങ്ങനെ എന്റെ കൈ വന്നു, എന്റെ കൈ മുറിഞ്ഞിട്ടില്ല, ഞാൻ ആരെ ഒന്നും ചെയ്തിട്ടുമില്ല, പിന്നെങ്ങനെ എന്റെ കൈ രക്തം വന്നു. അതിന് ലേഡി ഡോക്ടർ പറയും നീ ആദ്യം ചെന്ന് നിന്റെ കൈ ക്ലീൻ ചെയ്യ്, ഇവിടെ പേടിക്കുന്ന പോലെ ഒന്നുമില്ല, നമുക്ക് അധികം വൈകാതെ ഇവിടുന്ന് ഇറങ്ങാന്ന് പറയും. അതിന് ചെറിയ പോലീസ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകണം, പക്ഷെ അതിനു മുമ്പ് ഇവിടെ എന്താ നടക്കണേന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്, ഇതിനെന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ? അപ്പൊ ലേഡി ഡോക്ടർ നമ്മുടെ മാൻ ഡോക്ടറിനെ വിളിച്ച് ഇപ്പൊ തന്നെ നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ചെയ്യണം, നമ്മൾ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് നമ്മളെ തന്നെ, അത് പാടില്ല, നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോകാം, വീണ്ടും വരാന്ന് പറയും. അപ്പൊ ചെറിയ പോലീസ് ആണെങ്കിൽ ഡോക്ടർ പ്ലീസ് എനിക്കിതിനൊരു എക്സ്പ്ലനേഷൻ വേണം, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയും. അപ്പൊ ലേഡി ഡോക്ടർ പറയും ഞങ്ങളെ പഠന രീതി അനുസരിച്ച് ഈ ലോകത്ത് ലൈഫ് 3 ഡയമെൻഷനിലുണ്ട്, നമ്മൾ ജീവിക്കുന്നത് ഒരു വേ ഓഫ് ഡയമെൻഷനാണ്, ഇതുപോലെ മറ്റ് 2 ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷനിലെ ആൾക്കാർക്ക് തമ്മിൽ ഒരുമിച്ച് കൂടാൻ പറ്റും, വേണമെങ്കിൽ നമ്മുടെ ബോഡി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അറിഞ്ഞ ആൾക്കാര് അവരെങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്ര അഗ്രസീവ് ആയിരിക്കുന്നത്, ഇത്ര ദേഷ്യത്തിലിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ചെറിയ പോലീസുകാരൻ ചോദിക്കും ഇതെല്ലാം നിർത്താൻ വല്ല മാർഗമുണ്ടോ, ഈ സംഭവിക്കുന്നതെല്ലാം നിർത്താൻ വല്ല മാർഗമുണ്ടോ? അത് കേട്ട് ലേഡി ഡോക്ടർ ചിരിച്ചിട്ട് ഒരു മാർഗവും ഇല്ലാന്ന് പറഞ്ഞു തീരില്ല, ആ വിടവീന്ന് ഒരു 8കാലിയുടെ കയ്യും വന്ന് ഡോക്ടറെ വലിച്ച് കഴുത്തൊടിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ഇത് കണ്ട് പേടിച്ചരണ്ട നമ്മുടെ ചെറിയ പോലീസുകാരൻ അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് താഴേക്ക് മറിഞ്ഞു വീണ് പെടയുന്നുണ്ടാവും. ഇയാള് പെടഞ്ഞോണ്ടിരിക്കുമ്പോ ആ വിടവീന്നൊരു രൂപം, ഒരു സാത്താന്റെ രൂപം ഇറങ്ങി വന്ന് അവന്റെ അടുത്തൂടെ നടക്കുന്നുണ്ടാവും. കട്ട് ചെയ്ത നമ്മുടെ മാൻ ഡോക്ടർ പുള്ളിക്കാരൻ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോ അയാളുടെ പുറകിലെ കബേർഡ് മെല്ലെ ഓപ്പൺ ആവും. ഇനി ബാക്കിയുള്ളത് ഈ ചങ്ങായിയല്ലേ, ഇയാളുടെയും കൂടി പണി തീർന്ന സന്തോഷായി. അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. ഇവിടെ കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ ചെറിയ പോലീസുകാരൻ എഴുന്നേക്കും. ഫോണിൽ നോക്കുമ്പോ ബാറ്ററി ഇല്ല. തൊട്ടടുത്ത് ലേഡി ഡോക്ടറിനെ നോക്കുമ്പോ പുള്ളിക്കാരി ബോധം കെട്ട് കിടപ്പുണ്ട്. അടുത്തുള്ള ചെയറുകളൊക്കെ തന്നെ അനങ്ങാൻ തുടങ്ങും. അവനാണെങ്കിൽ മര്യാദയ്ക്കൊന്നും പേടിക്കാൻ പോലും പറ്റില്ല, കാരണം നെഞ്ചുവേദനയാണ്, അറ്റാക്ക് വന്നതേ ഉള്ളൂ. പോരാത്തനി ചെവിയും കേൾക്കില്ല. ചെവിന്ന് തെറിച്ചു പോയ മെഷീൻ എടുത്ത് വീണ്ടും തിരിച്ച് ചെവിക്കകത്ത് വെക്കുമ്പോ ടേബിളിന്റെ മണ്ടേന്ന് ചോര നിറഞ്ഞൊഴുകുന്ന ഒരു കൈ. അവൻ പേടിച്ചരണ്ട് അനങ്ങി മാറി
നിൽക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലെ ആ മരിച്ചുപോയ ചെക്കന്റെ അമ്മച്ചി കാണും. ആ അമ്മച്ചിയും പോലീസുകാരനും തമ്മിൽ ലൈനായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവളുടെ കോലവും കയ്യിലെ രക്തപ്പാടും കാണുമ്പോൾ പോലീസുകാരൻ പേടിച്ച് ഗണ്ണ് നീട്ടി നിൽക്കും. പക്ഷെ ആ സ്ത്രീ അടുത്ത് വരുമ്പോൾ പോലീസ് ഹീറോയ്ക്ക് മനസ്സിലാകും അതിന് കുഴപ്പമൊന്നുമില്ലാന്ന്. അവൻ പറയും, എത്രയും പെട്ടെന്ന് എന്നെ ആശുപത്രിയിൽ എത്തിക്ക്, എനിക്ക് ഇപ്പൊ അറ്റാക്ക് വന്നേ ഉള്ളൂ, എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ ലേഡി പറയും, ഈ നടക്കുന്നെല്ലാം സത്യമല്ല എന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ എന്റെ ബേബീനെ എന്നെ അകറ്റി ദൂരേക്ക് കൊണ്ടുപോയി. പക്ഷെ നീ എന്താ ചെയ്തെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. സോ അടുത്ത വീട്ടിലെ കൊച്ചു പയ്യനില്ലേ, അവൻ എടുത്ത വീഡിയോ ഈ അമ്മച്ചി തള്ളക്ക് കിട്ടി. ഇവരെല്ലാം കൂടി ചെറുക്കനെ തിരിച്ചു കൊണ്ടുപോയി മണ്ണി കുഴിച്ചിട്ടത് അമ്മച്ചിക്ക് ഇഷ്ടമായിട്ടില്ല. ചെറിയ പോലീസ് പറയും, നിനക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്, സത്യമായിട്ടും നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എല്ലാം പറയാം, നീ ആദ്യം എന്നെ ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെ ആ ലേഡി കാർ എടുത്തോണ്ട് വന്ന് നമ്മുടെ ചെറിയ പോലീസിനെ ആശുപത്രി കൊണ്ടുപോകാൻ നിർത്തുമ്പോൾ പോലീസുകാരൻ ഓടി വന്ന് കാറിനകത്ത് കയറാൻ നോക്കും. പക്ഷെ അപ്പോഴാണ് കാണുക ഇവര് കൊണ്ടുപോയി രണ്ടാമതും കുഴിച്ചിട്ട പയ്യൻ അവനുണ്ടാവും കാറിനകത്ത്. അവന്റെ അമ്മച്ചി പറയും, എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, എന്റെ മോൻ ഒരിക്കലും സെമിത്തേരി കടക്കില്ല, അവൻ എന്റെ കൂടെ ഉണ്ടാവും. ഓഹോ, ഇതും ഭ്രാന്തിയാണ്, ഇവരെ കൂടത്തെ പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറഞ്ഞ് ചെറിയ പോലീസ് ഓടി വന്ന് അവന്റെ കാർ എടുത്ത് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ ലേഡി ഡോക്ടർ തലയെല്ലാം തിരിഞ്ഞ് ഒട്ടാപക്ഷിനെ പോലെ ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കടാ, ഞങ്ങളെ രക്ഷിക്കടാന്ന് പറയും. എന്റെ പൊന്നെ ഓടറാന്ന് പറഞ്ഞ് ചെറിയ പോലീസ് വണ്ടി എടുത്ത് ഒറ്റ ഓട്ടാണ് അവിടുന്ന്. ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് പോയി വണ്ടി നിർത്തി ഒരു സിഗരറ്റും കത്തിച്ച് സമാധാനത്തിരിക്കും. അപ്പൊ അവന്റെ കൈ രക്തക്കറ ഉണ്ടാവില്ല, കൈ വളരെ ക്ലീൻഡ് ആയിരിക്കും. പക്ഷെ കാറിന്റെ ഗ്ലാസ്സിൽ ആ ലേഡി ഡോക്ടറുടെ രക്തക്കറയുണ്ട്. അപ്പോഴാണ് ചെറിയ പോലീസിന്റെ അസിസ്റ്റന്റ് പോലീസുകാരൻ പുള്ളിക്കാരൻ ചെറിയ പോലീസിനെ വിളിച്ച് അന്വേഷിച്ച് കാണാണ്ടായപ്പോ മറ്റേ കാമുകി ആന്റി ഇല്ലേ, മരിച്ചുപോയ ചെറുക്കന്റെ അമ്മ, അവരെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുകയാണ്. അവിടെയും കാണാത്തോണ്ട് ചെറിയ പോലീസിനെ വിളിക്കും. ഇവിടെ നിന്നെ കാണാനില്ല, പക്ഷെ നിന്റെ കൂട്ടുകാരൻ റിട്ടയർഡ് പോലീസുകാരനുണ്ട്, അയാൾ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, മിറ്റത്തോടെ ഇറങ്ങി നടപ്പുണ്ടെന്ന് പറയും. ഉടനെ ഹീറോ പോലീസുകാരൻ, എടാ മണ്ട, എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഓടിക്കോ, അല്ലെങ്കിൽ പണി കിട്ടും, ഇതെന്റെ ഓർഡറാണ്, ഇറങ്ങി ഓർഡറാന്ന് പറയും. എന്നിട്ട് പോലീസുകാരൻ വീണ്ടും ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കും. അത് വലിക്കുമ്പോൾ ആളങ്ങോട്ട് ബൂസ്റ്റായി. ഇതിനൊരു പണി കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അതേ സ്പോട്ടിലേക്ക് അവൻ കാർ എടുത്തു വരും. ഇപ്രാവശ്യം മച്ചാൻ ഹീറോ ആണ്. 2 ക്യാൻ നിറയെ പെട്രോൾ എടുത്ത് ആ മരിച്ചുപോയ പയ്യന്റെ വീട്ടിൽ കയറി അവന്റെ അമ്മേനെ വിളിക്കും. ഇവൻ കേറി പോകുമ്പോ തന്നെ റൈറ്റ് സൈഡിൽ ആരോ തൂങ്ങിക്കിടക്കുന്നു കാണാം. പോലീസുകാരൻ വീടിനകത്ത് കയറി എല്ലാ ഭാഗത്തും പെട്രോൾ ഒഴിച്ച് ആ പയ്യന്റെ മുറി അത് പൂട്ടിക്കിടക്കുന്നോണ്ട് മെല്ലെ തുറന്നു നോക്കും. അതിനകത്ത് ഉണ്ടാവും ആ ചേട്ടൻ. ഇവൻ പേടിച്ചരണ്ട് നീയും ചാവടാന്ന് പറഞ്ഞ് ആ മുറിയുടെ കതവിലും നിറയെ പെട്രോൾ ഒഴിച്ച് തിരിച്ച് ഹാളിലേക്ക് വരുമ്പോ അവിടെ തൂക്കിട്ട് മരിച്ചു കാണും ചെറുക്കന്റെ അമ്മ. അവിടെയും പെട്രോൾ ഒഴിച്ച് പോലീസുകാരൻ നേരെ പുറത്തേക്ക് വന്ന് തീപ്പെട്ടി ഉരച്ച് അത് കത്തിക്കാൻ നിൽക്കുമ്പോ മറ്റേ തന്ത പോലീസ് കണ്ണൊക്കെ പുഴുത്ത് തള്ളി അടുത്ത് വന്ന് ആ കൊള്ളി ഊതിക്കെടുത്തു. ഈ പോലീസുകാരൻ പേടിച്ചരണ്ട എന്റെ അമ്മയെന്ന് പറഞ്ഞ് പുറകിലേക്ക് ചാടി അവന്റെ അരേ തോക്കുള്ളോണ്ട് ആ തോക്കെടുത്ത് ഈ പെട്രോളിന് നേരെ ഷൂട്ട് ചെയ്യും. ഭാഗ്യത്തിന് അത് കത്തും. പക്ഷെ ആ കണ്ണ് പഴുത്ത തന്ത അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. വീണ്ടും നമ്മുടെ ചുരുടൻ ഹീറോ അങ്ങേരെ കാണാൻ ഇപ്രാവശ്യം 2-3 ഓഫീസർമാർ വരും. എന്നിട്ട് നമ്മുടെ 2 ഡോക്ടർമാരെയും ഒരു പോലീസുകാരന്റെയും ഫോട്ടോ കാണിച്ച് ഇവര് കഴിഞ്ഞ വർഷം നിങ്ങളെ കാണാൻ വന്നിരുന്നു, നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ചുരുടൻ ഹീറോ പറയും, അവരെന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് എന്റെ ഭാര്യ മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്, അതിന് എന്റെ വീട്ടിൽ താമസിക്കണം, പെർമിഷൻ ചോദിച്ചാണ് വന്നത്. വേറൊന്നും സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ചുരുടൻ ഹീറോ കള്ളം പറയും, വേറൊന്നും സംസാരിച്ചില്ല. ഇവര് ചെറിയ പോലീസുകാരൻ ഹീറോ പോലീസുകാരന്റെ ഫോട്ടോ കാണിച്ച് ഇങ്ങേരെ അറിയുമെന്ന് ചോദിക്കും. ചുരുണ്ടൻ ഹീറോ, എനിക്കറിയാം, അലീസിയ മരിച്ച പയ്യന്റെ അമ്മയുടെ കാമുകനാണ് ഇദ്ദേഹം, പയ്യന്റെ മരണച്ചടങ്ങി വെച്ച് അവസാനമായിട്ട് ഞാൻ ഇയാളെ കണ്ടതാണ്. അപ്പൊ ഈ ഓഫീസർമാര് പറയും, ഇങ്ങേര് നിങ്ങളോട് സംസാരിച്ചിട്ട് പോയ ആ ഡോക്ടർമാരുൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നവര് എല്ലാവരെയും ചേർത്ത് 3 വീടിനും തീ വെച്ചിട്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങളുടെ സംശയം നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിന് പിറകിലും ഈ പോലീസുകാരനാണോ എന്നാണ്. ഇതെല്ലാം ഇവര് ചോദിക്കുമ്പോൾ ചുരുണ്ടൻ ഹീറോ ഇവരെ പുറകിലേക്ക് എങ്ങോട്ടോ നോക്കി നിൽക്കാവും. എന്നിട്ട് കൈ ചൂണ്ടി അയാള് നിങ്ങളുടെ കൂടെ വന്നാണോ ചോദിക്കും. ഇവര് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആരുമില്ല. ചുരുണ്ടൻ മാൻ ഡോക്ടർ ഇല്ലേ, അയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാണ് നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നത്, പക്ഷെ അയാളുടെ മുഖമൊക്കെ ബേൺ ആയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കൂടെ വന്നാണോ ഇയാളെന്ന് ചോദിക്കും. ഇവരെല്ലാം പേടിച്ച് തിരിയുമ്പോൾ അവിടുന്ന് ഒരു ചെയർ ഇവരുടെ നേരെ പാഞ്ഞടിക്കും. അതോടുകൂടി ടെറിഫൈഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ശരിക്കും ടെറിഫിക് അല്ലേ? ഞാൻ ഈ പടം കണ്ട് കണ്ണും മിഴിച്ചിരുന്നു പോയി. അതാണ് ഈ പടത്തിന്റെ എക്സ്പീരിയൻസ്. എന്താണ് ഈ കഥയുടെ പിന്നിൽ, എന്താണ് രഹസ്യം, എന്തുകൊണ്ട്, അതൊന്നും അറിയാൻ പാടില്ല. അത് ഡയറക്ടർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് പുള്ളിയും പറയാത്തത്. ഇങ്ങനെയുള്ള സിനിമകളിൽ മിത്ത് തേടി പോകാൻ പാടില്ല. കണ്ടോണ്ടിരുന്ന ആ സമയമെല്ലാം നമ്മൾ കണ്ണു മിഴിച്ചിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായെന്നുള്ളത് കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ സ്വത്തുകുട്ടികളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.